ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് പവർ കൂടി പോയ. അപ്പൊ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നടന്ന ദിവസം ഞങ്ങൾ എക്സിബിഷന് പോയിട്ട് വന്നോളൂ. എന്നിട്ട് ഞങ്ങൾ ഇൻട്രോ എടുക്കണേ. പക്ഷെ എക്സിബിഷന് പോണ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ ഞങ്ങൾ ഇന്ന് കാലത്ത് ഞങ്ങളുടെ അമ്പലത്തില് പ്രതിഷ്ഠാ ദിനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയും ചെറിയ ചെറിയ ഒരു ഷോർട്സ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്നൊരു ലോങ് വീഡിയോ കാണാം കേട്ടോ. ഇരിക്കട്ടേനെ രണ്ട് ഇൻട്രോ. നിങ്ങളെല്ലാവരും സ്പെഷ്യൽ അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ കാലത്ത് തന്നെ ഞാനും ആമിയും ആദ്യം കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെയും കൂട്ടി. അബ്ചേട്ടൻ വളരെ നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഓഫീസിൽ പോയിണ്ടായിരുന്നേ. അപ്പൊ അബ്ചേട്ടന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുഞ്ഞുമാണ് കേട്ടോ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തന്നത്. അപ്പൊ ഇപ്രാവശ്യം എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ വൈകുന്നേരം പിള്ളേർ തന്നെയാണ് പ്ലാൻ ചെയ്തത്. എല്ലാ ദിവസവും പറയും ഇന്ന് പോയാലോ നാളെ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ എക്സിബിഷന് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടു കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വന്നതാണ്. കാണിച്ചേരാട്ടാ. മിന്നുന്റെ പാട്ട് സൗണ്ട് കേൾക്കൂല അല്ലേ? പാട്, ഞാൻ പാടാം. ദൂരെ കിഴക്കുതിക്കും ഞങ്ങൾ അച്ഛനും അഭിചേട്ടനെയും കുഞ്ഞിനെയും ആദ്യം വെയിറ്റ് ചെയ്തിട്ടാ. കുഞ്ഞി ചെരുപ്പ് മാറാൻ ചെരുപ്പ് തെറ്റിയിട്ടു. അപ്പൊ അത് മാറ്റാൻ വണ്ടിയിലേക്ക് പോയേക്കാം. മുടിയൊക്കെ മടങ്ങിട്ട് ചൂടെടുക്കുന്നതിൻ്റെ ഉള്ളിൽ പോയേക്കാം. പോയ ദിവസം വലിയ തിരക്കില്ലാത്ത ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അവര് കാറിലേക്ക് ചെരുപ്പ് മാറ്റി ഇടാൻ പോയപ്പോഴത്തേനും ഞങ്ങൾ വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. എൻട്രൻസിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരെയും കാത്തിട്ട്. അങ്ങനെ അവര് വന്നത് കുഞ്ഞിന് എടുത്ത് പൊക്കിയിട്ടൊക്കെ കയ്യിലാണ് ചെരുപ്പ്. അങ്ങനെ അവര് വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ കയറി. കാരണം വല്ലാതെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോഴേക്കൊക്കെ സ്പീഡിൽ പിന്നെ കാണേണ്ടി വരും. അങ്ങനെ തുടക്കം തന്നെ സ്ഥിരം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. ഇതിനൊരു സ്ഥിരം പാറ്റേൺ ഉണ്ട് കേട്ടോ. ആ പാറ്റേണിൽ ഇനി ഇതെല്ലാം പോകുന്നത്. എന്നാലും ഞങ്ങൾക്കത് കാണാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ആ വർഷത്തെ അത് മിസ് ചെയ്തില്ലേ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഈ വർഷം എല്ലാ വർഷത്തിനേക്കാളും ഉപരിയായിട്ട് കുറച്ചുകൂടി കളക്ഷൻ കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. എല്ലാവരും കുറച്ചും കൂടി ഒരു കണ്ടു നടക്കാനായാലും കുറച്ചൊരു വെറൈറ്റീസ് ഒക്കെ ഫീൽ ചെയ്തായിരുന്നു. കുറേയൊക്കെ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാതും അപ്ഡേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ തോന്നുന്നേ. ബാഗ്സ് ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ില്ല കേട്ടോ. അതുപോലെ ചെടികളുടെ വിത്തുകള് അങ്ങനെ. അപ്പൊ ഇത് കുട്ടികളുടെ ഇങ്ങനത്തെ ഓരോ ടോയ്സ് അല്ല കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു. അപ്പൊ അവിടുന്ന് ബ്ലോ പെൻ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ അവിടെ സെറ്റാക്കി. പിന്നെ അവിടെ ഇങ്ങനെ ABCDയുടെ ബുക്സ്, ലെറ്റേഴ്സിന്റെ ഒക്കെ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മിന്നും കുഞ്ഞൊക്കെ ഇതന്നെ നോക്കുന്നേ എന്ത് മേടിക്കും. ലാസ്റ്റ് അടുത്ത സ്റ്റോളിൽ പോയി ഇതിനേക്കാളും നല്ലത് കിട്ടുമോന്നാണ് ചിന്തിച്ചിട്ട് നിക്കുന്നത്. മീന അമ്മ പിടിച്ചു നിൽക്കണം. ആമി ഇവിടെ ചോക്ലേറ്റ് കഴിച്ചാ നിങ്ങള്? എനിക്ക് നിങ്ങൾ അടിച്ച് മാറ്റി തിന്ന. അയ്യോ നമുക്ക് തിരിച്ചു പോയാലോ? ഫുഡ് സ്റ്റാളിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവർ നമുക്ക് സാമ്പിൾ തരുമല്ലോ കഴിച്ചു നോക്കാൻ. അതിന്റെ കാര്യമാണ് കേട്ടോ ആമി പറയുന്നത്. അങ്ങനെ ഒരു ബുക്ക് സ്റ്റോൾ എത്തിയപ്പോ അബ്ചേട്ടൻ പതിവില്ലാണ്ട് അവിടെ പോയി നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനിഞ്ഞു പോലെ വായനാശീലം അങ്ങനെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോന്ന്. ഇല്ലാന്ന് നീ വീഡിയോ എടുക്കല്ലേ, അപ്പൊ എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയതാ. ആള് ഒരിക്കൽ വായനാശീലമൊക്കെ തുടങ്ങാൻ നോക്കിയതാ. പിന്നെ ടൈം ഇല്ലാത്തോണ്ട് തന്നെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പൊ എന്റെ അമ്മ എവിടെ പോയാലും എന്തും ഒരു സാധനം വേണമെന്ന് പറയില്ല. ആകെ പറയുന്ന ഒരു ഐറ്റം ഐസ്ക്രീം മാത്രം. ഐസ്ക്രീം എങ്ങനെ ഏത് രൂപത്തിൽ കൊടുത്താലും എന്റെ മകൾ. ഞങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ഫ്ലേവർ എല്ലാവരും വാങ്ങിക്കില്ല കേട്ടോ. അത്രയ്ക്ക് യൂണിറ്റി എന്ന് പറയില്ലേ. എല്ലാവരും പല പല ഫ്ലേവേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നടക്കുമ്പോൾ നമുക്ക് സ്റ്റോളുകൾ മറ്റുള്ളത് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് അത് കഴിച്ച് അവസാനിപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന്. ഞാനൊരു അത്തിപ്പഴവും ഹണി ഫ്ലേവറാണ് കഴിച്ചത്. എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ കഴിച്ച് അവസാനിപ്പിച്ചു. അങ്ങനത്തെ ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങി. കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്കിയേ, ഇങ്ങോട്ട് വാ
ഇങ്ങോട്ട് വാന്നുള്ള രീതിയിലാണ് കേട്ടോ ആ ബുദ്ധ സ്റ്റാച്യു. കൃഷ്ണനൊരു ആദ്യം കണ്ടോ ബുള്ളറ്റുമ്പോ പോകുന്നേ. ഈ ഷോപ്പിൽ കുറച്ച് നമ്മുടെ കളേർഡ് ഇയറിങ്സ് ഉണ്ടായിരുന്നു, ജുംക്കി ഉണ്ടല്ലോ, ഹാൻഡ് മെയ്ഡ് ആണ്, അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നല്ല രസമായിട്ട് തോന്നി. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ കിട്ടാത്തൊരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇത് നേരിട്ട് കണ്ട് മേടിക്കുമ്പോൾ അതിന്റെ ഒരു ഫീൽ വേറെ അല്ല. അപ്പൊ അവിടെ നിന്ന് ഒരു ജുംക്ക മേടിച്ചായിരുന്നു. അതുപോലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ട്രഡീഷണൽ സംഭവങ്ങൾ. ഇപ്പൊ ചിക്കൻ കാരി കുർത്ത, പിന്നെ ഹൈദരാബാദി ബാംഗിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബാംഗിൾ മേടിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെ കട ഇടില്ലേ, നമ്മുടെ തടവള പോലത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അക്വേറിയം സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ വലിയൊരു ബോട്ട് ഉണ്ടല്ലോ, അതിലൊക്കെ കയറാനുള്ള ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഞാനും ആമിയൊക്കെ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. അപ്പൊ അതേ ഫുഡ് കഴിക്കുന്ന അവിടെ എത്തിയപ്പോൾ ഇത് ആരെ നിൽക്കുന്നത്, പ്രമോദ് വകീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ, ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. അപ്പൊ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. അബ്ചാട്ട് ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരോ ഫോണിൽ വിളിയായിരുന്നു. ഒരു സമയത്ത് ആ തൂണും ചാരി നിൽക്കുന്നുണ്ടാവും, കുറച്ച് അപ്പുറത്തെ കോളിഫ്ലവർ ബജി, മുളക് ബജി ഒക്കെ കഴിച്ച് വയറൊക്കെ അത്യാവശ്യം നിറച്ച് ഞങ്ങളുടെ ഏരിയയിലേക്ക് പോയിട്ടോ. അവിടെ മിന്നുവിനൊക്കെ കുറച്ച് പേടിയാണ്, അവൾക്ക് അങ്ങനത്തെ കയറാൻ വലിയ ധൈര്യമൊന്നുമില്ല. ജയിന്റ് വീല് കയറും കേട്ടോ ആള്. അപ്പൊ ഞാനും ആമിയാണ് ഇതിൽ കയറുന്ന ആൾക്കാർ. ഇതിൽ കയറിയ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ ചെറുതായിട്ട് അത് പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ ആമി ഫസ്റ്റ് ടൈം ആണ് ഇതിൽ കയറുന്നത്. ആമി ഒരു തവണ കയറിയപ്പോൾ സെന്ററിലാണ് ഇരുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഒരു ക്രേസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ അഡ്വഞ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഏറ്റവും എൻഡ് ഉണ്ടല്ലോ, ഇതിന്റെ ഏറ്റവും എൻഡ് അതിലാണ് പോയിരുന്നത്. അപ്പൊ അഭിചേട്ടൻ ധൈര്യം സംഭരിച്ച് ആമിയും അഭിചേട്ടനും കൂടെ എന്റെ തൊട്ടു മുന്നിലുള്ള അതിൽ കയറിയിരുന്നായിരുന്നു. പക്ഷെ അതിന് ഈ ബെൽറ്റ് ഒരു ഗ്രീൻ കളർ കവറിങ് ഉണ്ടല്ലോ, അതിനുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരാൾ പോലും സേഫ്റ്റിക്ക് ആരും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കരുത്, അപകടമാണ്, വെയിറ്റ് ഇല്ലാത്ത ആൾക്കാർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപകടമാണെന്ന് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഇരുന്നിട്ട് അഭിചേട്ടൻ കയറിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആമിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാനെ. ഞങ്ങളുടെ പണ്ടത്തരമാണ്, അവരാരും ഉണ്ടായിരുന്നില്ല ഒരു സേഫ്റ്റിക്ക്. പക്ഷെ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് അന്ന് അഭിചേട്ടൻ കയറി എന്ന്. അങ്ങനെ ഞങ്ങളതേ അടുത്ത റൈഡിൽ കയറിയിട്ടാ. ഇതൊരു പ്രാന്താന്നേ. എനിക്കിഷ്ടം അതൊക്കെ ചെയ്യാൻ, എന്റെ പോലെ തന്നെ ആമിയും. അതുകൊണ്ട് പിന്നെ എനിക്ക് ചെയ്യാൻ കൂട്ടുണ്ട് കേട്ടോ. എന്നാ കയറിയിട്ട് നമ്മൾ ഇരുന്ന സീറ്റിൽ നിന്ന് പൊന്തുന്നുള്ള ഒരു സിറ്റുവേഷൻ എനിക്കത് പേടിയായില്ല. പക്ഷെ ആമി ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് പേടിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ എൻഡിലേക്കൊന്നും പോയില്ല. ഈ സേഫ്റ്റി ഉള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ഇരുന്നത്. പിന്നെ ഇവര് ഇപ്രാവശ്യത്തെ എക്സിബിഷൻ അവർ സേഫ്റ്റി ഒക്കെ കുറച്ചും കൂടി നന്നായി നോക്കുന്നുണ്ടായിരുന്നു. ഇതിൽ കയറി ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ നമുക്ക് കാണാം കേട്ടോ. അതാ ഏറ്റവും മുകളിൽ ഞങ്ങളെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഏറ്റുമ്പോൾ നിർത്തുമല്ലോ, അപ്പോഴത്തെ വീഡിയോ ആണ്. മിന്നും കുഞ്ഞെല്ലാം നമ്പർ 3-ലുണ്ട്. നല്ല ചൂടുണ്ട്, വയ്യർത്ത് കുളിച്ചു. പക്ഷെ ഇത് ക്രൗഡ് കുറവായോണ്ട് ഇത്തിരി സമാധാനമുണ്ട്. തിരക്കുള്ളപ്പോഴായിട്ട് ഒരു രസം വൈബ് വരാം. സമാധാനമായിട്ട് ഓരോന്നിൽ കയറാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വരിയൊക്കെ നിൽക്കേണ്ടി വരാറുണ്ട്. ഇത് വരിയൊന്നും നിൽക്കണ്ട റൈഡിൽ. കുട്ടികൾക്കുള്ള റൈഡുകളുണ്ട് കേട്ടാ. ആദ്യം മിന്നൊക്കെ ഇതിലെ കയറിയിട്ടുള്ള അവർക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ഇതിലെ കയറിയിട്ടുള്ളൂ. ഇപ്പൊ ഇതിലേലും കയറുമെന്ന് അറിഞ്ഞൂടാ. അവർ നമ്മൾ ചെറിയ സമയത്ത് അല്ലെങ്കിൽ കയറിയാ കാറിൽ കയറിയാ. ചുമയുള്ള ഞാനിന്ന് ഐസ്ക്രീം കഴിച്ചു. എന്താ ഇപ്പോഴും ഹണി ഞാൻ 2-3 വർഷം മുന്നാണ് കേട്ടോ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. പണ്ട് ഇതിലൊന്നും കേറ്റില്ലായിരുന്നു. അച്ഛനമ്മയ്ക്ക് പേടിയായിട്ടാണ്, വല്ലതും വരുമോന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ കയറല്ലാത്തില്ല കേട്ടോ. പക്ഷെ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ അവർക്കും ആ പേടി മാറി. എന്നുവെച്ചാൽ നമ്മൾ കയറി കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ആ പേടി മാറി. അങ്ങനെ അയ്യോ ഇതിലൊക്കെ ഞാൻ ഇത്രയും നാൾ ഇതൊക്കെ മിസ് ചെയ്തൂല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ വിഷമം. കളിച്ച് തീമർത്ത് ഒരു സെറ്റ് ഓഫ് സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ദാഹിച്ച് വെള്ളമൊക്കെ കുടിച്ചു. തലവേദന അറിയാം ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു ജയിന്റ് വീട്ടിൽ പോയിട്ട് നല്ല കറങ്ങണ്ട. ഞങ്ങൾ ആദ്യം സാധാരണ ജയിന്റ് വീലിലായിട്ട് ആദ്യം പോവാറ്. പക്ഷെ ഇപ്രാവശ്യം ജയിന്റ് വീലല്ല കയറിയ. മറ്റേലൊക്കെ കയറിയിട്ട് പിന്നെ ജയിന്റ് വീലിൽ ഇരുന്നപ്പോ രസമുണ്ടായിരുന്നു. ജയിന്റ് വീല് വലിയ ഗുമ്മുണ്ടായിരുന്നില്ല, അവരധികം കറക്കിയില്ല. ഇതിനേക്കാൾ നല്ലതിൽ കറക്കാറുണ്ട്. പിന്നെ ഓരോ പവലിയൻസ് ആണുള്ളത്, അത് കുറെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പച്ചണയിലൊക്കെ കയറണം.
അച്ഛനും അച്ഛനൊക്കെ നടന്ന് വയ്യാണ്ടായിട്ട് അവർ ഷോർട്ട് കട്ട് എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിട്ടോ. അപ്പം ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഒക്കെ കറങ്ങിയിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അച്ഛനും അച്ഛനും മാത്രമേ പോയുള്ളൂ കേട്ടോ. പിള്ളേരെല്ലാവരും കട്ട എനർജിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് ഇനി പവലിയൻസ് ആണ് വരാം. അത് കുറേ ഉണ്ടാവും. ഇപ്പോൾ ഇപ്രാവശ്യം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒക്കെ ഒരു പവലിയൻ ഉണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉണ്ടാവും, നമ്മുടെ അഗ്രികൾച്ചർ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും അല്ലേ കാണുന്നുള്ളൂ. നമ്മൾ വരുന്ന എല്ലാ എക്സിബിഷനൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തുന്ന എക്സിബിഷൻസൊന്നും നമ്മൾ കാണാൻ പോവാറില്ല. അപ്പോൾ ഇതാവുമ്പോൾ ഒരു കുടക്കീഴിൽ എല്ലാതും കാണാന്നുള്ളത് നല്ലതല്ലേ. നമ്മൾ വല്ലാതെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ പവലിയൻ കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗുരുവായൂരിൻ്റെ മാതൃകയിൽ, അമ്പലത്തിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗരുഡ പ്രതിമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് പവലിയൻ്റെ ഉള്ളിൽ എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിക്ചേഴ്സും അങ്ങനത്തെ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അവിടുത്തെ ഓരോ ചടങ്ങുകൾ, അതിൻ്റെയൊക്കെ ഫോട്ടോസും ന്യൂസ് പേപ്പർ കട്ടിങ്സും ഒക്കെ അതിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ താളിയോലകളും കണ്ടില്ലേ. ഇത് ഈ ലൈറ്റിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടില്ലേ, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കണമായിരുന്നു, പക്ഷെ അത് എടുത്തിട്ടില്ലേ. കണ്ടോ, ഇങ്ങനെ ഒരു ടെക്സ്ചറൊക്കെ ഒരു അമ്പലത്തിന്റെ ടെക്സ്ചറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് കടന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളായിരുന്നു കേട്ടോ. അതിന് പിള്ളേർക്ക് കാണാൻ തന്നെ നല്ല ഇഷ്ടപ്പെടും. ആനയുടെ വാരിയല്, അങ്ങനെ ഓരോ ബോഡി പാർട്സ്, മൃഗങ്ങളുടെ ആയാലും മനുഷ്യരുടെ ആയാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. കണ്ടോ, ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതായിരിക്കാം, എനിക്കിതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ പിള്ളേർ നല്ല അത്ഭുതത്തോടു കൂടെ കണ്ടോ, ഓരോ വാരിയല്, അങ്ങനെ തലയോട്ടി, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ആനയുടെ താടിയല്ല, പിന്നെ കുഞ്ഞു മോയല്, അങ്ങനത്തെ ഐറ്റംസ്, കുഞ്ഞു വെള്ള എലി കുഞ്ഞന്മാരൊക്കെ, അങ്ങനെ എന്തിട്ട് പറയാ, ഹാംസ്റ്ററോ അങ്ങനെ എന്തോ പേര് പറയും. എനിക്ക് വലിയ കാര്യമായിട്ട് ഇതിനെപ്പറ്റി വിവരമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ പെറ്റ് ഫാൻ അല്ല, എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല. ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെറൈറ്റി കോഴികളുണ്ടല്ലോ, അതിൻ്റെ തൂവലൊക്കെ പ്രത്യേക രീതിയിലൊക്കെയുള്ള തൂവൽ, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ അസുഖങ്ങളുടെ അതിൻ്റെ വരുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു മെഡിക്കൽ വാട്ടറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് പോലീസിൻ്റെ ഒരു പവലിയനായിരുന്നു. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ തന്നെ അവിടെ എഴുതിയിട്ടുള്ളത് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ അതൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളല്ലേ. പിന്നെ നമ്മൾക്ക് ചുറ്റുമുള്ളവരെ സൂക്ഷിക്കണം. ഒരുപാട് സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ഫോണിലൊക്കെ ആയാലും ഒരുപാട് സ്പാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോക്സിങ്ങിൻ്റെ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. അത് പിള്ളേർക്ക് കളിക്കാനായിട്ടായിരിക്കും. അപ്പോൾ ഈ അടുത്തൊരു ഫിലിം കണ്ടതിൽ ഇവരിത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കയറി കൈമ അതൊക്കെ ഇട്ടിട്ട് പഞ്ച് ചെയ്യാണെന്നു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അമ്മ, നല്ല കനണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരൊക്കെ വയ്യാണ്ടായിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ടിരിക്കായിരുന്നു കേട്ടോ. ഞാനും പിള്ളേരാണേ അവിടെ കിടന്ന് നടന്നെല്ലാതും കുറ്റം പറയാനും പറ്റില്ല കേട്ടോ. വർക്കിംഗ് ഡേയിലാണേ പോയത്. അപ്പം എല്ലാവരും ക്ഷീണിതരാണല്ലോ. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് കൂടെ വണ്ടിയിൽ ധൃതി പിടിച്ച് കയറി. ഞങ്ങള് വരുന്ന വഴിക്ക് പറവട്ടാനുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ കയറി. സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് വിശക്കുണ്ടായിരുന്നില്ല. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിശന്നാലോ, ഒരു ധൈര്യത്തിന് ഫുഡ് കഴിച്ച് പോവാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പം ഞാൻ അബ്ചേട്ടനോട് ചോദിക്കാം, ക്ഷീണിച്ചാ? അതിന് അബ്ചേട്ടൻ ഫുള്ള് നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ചേട്ടനെ വെറുതെ ചൊറിയാൻ നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങള് അത്യാവശ്യം ഫുള്ള് കവർ ചെയ്തു കേട്ടോ. നിനക്ക് കയറായിരുന്നില്ലേ? ഹിബിസ്കസ് ടീയുടെ റെഡ് അല്ലേ, ഇതൊരു പിങ്കിഷ് കളറാ. സത്യം പറഞ്ഞാൽ റെസ്റ്റോറന്റ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന ടൈമായി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയായിരുന്നു, പക്ഷെ ജ്യൂസിന്റെ കൗണ്ടറൊക്കെ അവർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാൽ പൊറോട്ട, പാൽക്കപ്പ അങ്ങനത്തെയൊക്കെയാണ് ഫുഡ് കഴിച്ചത്. എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഓരോന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ വെച്ചിട്ട് കാലത്തോടുള്ള ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ജ്യൂസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തണുത്ത ജ്യൂസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട്. ഈ സീൻ എന്നിട്ടാന്ന് പറയാം, ആമി ആസ്വദിച്ച് കുടിച്ച് വരുമ്പോഴേക്കും മിന്നു അത് നല്ല സ്പീഡിൽ വെച്ചപ്പോൾ ആമി ആകെ അന്തം വിട്ട് നോക്കാം, ഞാൻ കുടിച്ചില്ല എന്നുള്ള രീതിയിൽ. ചെണ്ണൊക്കെ ഒരു സുലൈമാനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആസ്വദിച്ചൊക്കെ കുടിച്ചോട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ കാറിൽ നിന്ന് ഇറങ്ങിയെന്നില്ല. പിന്നെ ഞങ്ങൾ കയറി ഹോട്ടലിലത്തെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, അത് പറയാൻ ഞാൻ വിട്ടുപോയി. പാൽ പൊറോട്ടയും പാൽക്കപ്പയൊന്നും ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഐറ്റംസ് ആണ്, പക്ഷെ അത് ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ എക്സിബിഷന് പോയി അടിച്ചു പൊളിച്ചു പോയി, പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ 11:30.
11:30 ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയേക്കുന്നേ ഗൈസ്. ഞാൻ ഇപ്പോഴാ സമയം നോക്കിയേ. 11:30. ഹോട്ടലൊന്നും ക്ലോസ് ചെയ്യാറായിണ്ടായിരുന്നു. ജ്യൂസ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഹെവി ഫുഡ് കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ പോയപ്പോ കോളിഫ്ലവർ അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പാൽക്കപ്പിയും പാൽ പൊറോട്ട പിന്നെ ഇവര് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു, ജ്യൂസ് കുടിച്ചു. ഞാൻ എക്സിബിഷന് പോയപ്പോ ഈ ഒരു കമ്മൽ മേടിച്ചു. ഇതാണ് ഗൈസ് കമ്മൽ. എനിക്ക് പക്ഷെ ഇത് കൂടുതലായോണ്ട് എനിക്ക് ആ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടാൻ പറ്റും. യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു അപ്രിസിയേഷൻ എന്നുള്ള നിലയിൽ കിട്ടിയ ബുക്സാണ് കേട്ടോ. അത് അബ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ആളുടെ കൊടുത്തു വിട്ടതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കളർഫുൾ. യൂട്യൂബിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എഴുതി വെക്കാമല്ലോ. അപ്പോൾ പിള്ളേരും ചോദിക്കുന്നുണ്ട്, നോക്കട്ടെ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു അപ്രിസിയേഷൻ എന്നുള്ള നിലയിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എക്സിബിഷന് പോയതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.